ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയായ ഇലോൺ മസ്കിന്റെ ആസ്തിയിൽ വൻ ഇടിവ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മസ്കിന്റെ ആസ്തിയിൽ $120 മില്യൺ അതായത് 10 ലക്ഷം കോടിയിലേറെ രൂപയുടെ ഇടിവാണ് ഉണ്ടായത്. ടെസ്ല, സ്പേസ് എക്സ് എന്നിവയുടെ സിഇഒയാണ് ഇലോൺ മസ്ക്. കൂടാതെ ഇപ്പോൾ US ഗവൺമെന്റിൽ മുതിർന്ന ഉപദേശക സ്ഥാനത്ത് സേവനമനുഷ്ഠിക്കുന്നയാളുമാണ്. ഈ വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇലോൺ മസ്കിന്റെ ആസ്തിയിൽ ഏകദേശം 25% ഇടിവുണ്ടായതായാണ് റിപ്പോർട്ട്. 2021 ജനുവരിയിലാണ് ഇലോൺ മസ്ക് സമ്പന്ന പട്ടികയിൽ ഇടം നേടിയത്. അന്നു മുതലുള്ള പദവി മസ്ക് ആർക്കും വിട്ടുകൊടുക്കാതെ ഇപ്പോഴും നിലനിർത്തുന്നു. $330 ബില്യൺ ഇലോൺ മസ്കിന്റെ ആസ്തി. ടെസ്ലയുടെ ഓഹരി വിലയിലെ ഇടിവ്, മസ്കിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ എന്നിവ തിരിച്ചടിയായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇലോൺ മസ്കിന്റെ ആസ്തിക്ക് പിന്നിലുള്ള കാരണം സ്പേസ് എക്സിലെ വരുമാനമാണ്. കമ്പനിയുടെ ഏകദേശം 42% ഓഹരികൾ ഒരു ട്രസ്റ്റ് വഴി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 2024 ഡിസംബറിൽ സ്പേസ് എക്സിന്റെ മൂല്യം ഏകദേശം $350 ബില്യൺ ആയിരുന്നു. സ്പേസ് എക്സിൽ നിന്നുള്ള മസ്കിന്റെ സമ്പത്ത് $136 ബില്യൺ ആണ്. ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ കാർ നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഉടമസ്ഥതയാണ് മസ്കിന്റെ ആസ്തിയുടെ രണ്ടാമത്തെ കാരണം. കമ്പനിയുടെ ഏകദേശം 13% ഇദ്ദേഹത്തിന് സ്വന്തമാണ്. 2025 ഫെബ്രുവരി 28 കണക്കുകൾ അനുസരിച്ച് ഇത് $942.37 ബില്യൺ ആയി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന്റെ 79% ഓഹരികളും മസ്കിന്റെ സ്വന്തമാണ്. കൂടാതെ XAI, ദി ബോറിംഗ് കമ്പനി, ന്യൂറലിങ്ക് എന്നിവയിലും മസ്കിന് ഓഹരികൾ ഉണ്ട്. ഇവയ്ക്ക് യഥാക്രമം $22.6 ബില്യൺ, $3.33 ബില്യൺ, $2.07 ബില്യൺ മൂല്യമുണ്ട്. എന്നാലും മസ്ക് തന്നെയാണ് ലോകസമ്പന്നൻ. തൊട്ടുപിന്നിലുള്ള ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗിന്റെ വരുമാനം ഏകദേശം $216.2 ബില്യൺ ആണ്. ഏകദേശം $120 ബില്യൺ വ്യത്യാസമുള്ളതിനാൽ അടുത്തെങ്ങും ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുമെന്ന് മസ്കിന് ഭയപ്പെടേണ്ടതില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. മുൻകാലങ്ങളിൽ സമ്പത്തിൽ കുറവുണ്ടായതിനു പിന്നാലെ മസ്ക് ശക്തമായി തിരിച്ചുവന്നതാണ് മിക്കവരും ചൂണ്ടിക്കാട്ടുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ കമ്പനി കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മസ്കിന് സമയം കിട്ടുമോ എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങളും ട്രംപ് സർക്കാരിലെ പുതിയ ചുമതലയും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഇലോൺ മസ്കിന്റെ സമ്പത്തിലും കുറവുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ഡിസംബർ 17 കണക്കുകൾ അനുസരിച്ച് മസ്കിന്റെ സമ്പത്തിന്റെ മൂല്യം $464 ബില്യൺ ആയിരുന്നു. എന്നാൽ മാർച്ച് 9 കണക്കുകൾ പ്രകാരം മസ്കിന്റെ പേരിലുള്ളത് $342.4 ബില്യൺ സമ്പാദ്യം മാത്രം. ഏതാണ്ട് $121.2 ബില്യൺ കുറവ്. ഇക്കൊല്ലം മാത്രം ടെസ്ല ഓഹരികൾ 35% ഇടിഞ്ഞതോടെയാണ് മസ്കിന്റെ സമ്പത്തിൽ കുറവുണ്ടായത്. ട്രംപ് ഭരണകൂടത്തിൽ പിടിമുറുക്കിയ ഇലോൺ മസ്കിനെതിരെയുള്ള അനിഷ്ടം യുഎസിലും യൂറോപ്പിലും ടെസ്ല മോട്ടോഴ്സിനെതിരെയുള്ള പ്രതിഷേധമായി മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ യുഎസിലെ ടെസ്ല ഷോറൂമുകളിലേക്ക് നടന്ന പ്രതിഷേധ പരിപാടികളിൽ 10 എണ്ണമെങ്കിലും അക്രമത്തിൽ കലാശിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പലയിടങ്ങളിലും ടെസ്ല ഷോറൂമുകൾക്കും വാഹനങ്ങൾക്കും നേരെ അക്രമമുണ്ടായി. മസ്ക് നാസിസം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും പരിസ്ഥിതിക്ക് ദോഷമാണെന്നുമാണ് സമരക്കാരുടെ വാദം. ട്രംപ് ഭരണകൂടവുമായി സഹകരിച്ചതിന് പിന്നാലെ പല കമ്പനികളിലും ചൈനീസ് നിക്ഷേപകർ രഹസ്യ നിക്ഷേപങ്ങൾ നടത്തുന്നതായി ഫിനാൻഷ്യൽ ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നു. മസ്കിന്റെ XAI, ന്യൂറാലിങ്ക്, സ്പേസ് എക്സ് എന്നീ കമ്പനികളിലാണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകളുടെ മറവിൽ ചൈനീസ് നിക്ഷേപം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം മോശമായതിനാലാണ് ചൈനീസ് ബന്ധം വെളിപ്പെടുത്താതെ രഹസ്യ നിക്ഷേപം നടത്തുന്നത് എന്നാണ് സൂചന. രഹസ്യ ഡീൽ ആയതിനാൽ എത്ര തുകയാണ് നിക്ഷേപിച്ചത് എന്നോ ആരാണ് നിക്ഷേപകരെന്നോ അറിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.